ഉപ്പ് 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 ഇഷ്ടംപോലെ ഉപ്പ് അറിയാതെ കഴിക്കുന്നുണ്ട്. ശരിക്കും വേണ്ട നമ്മുടെ ശരീരത്തിൽ വേണ്ട 4 ഗ്രാമിൽ കൂടുതൽ പാടില്ല. നമസ്കാരം, ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ കണ്ടന്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഉപ്പ് കേരളത്തിലെ മനുഷ്യരുടെ ആരോഗ്യപ്രതിയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അല്ലെങ്കിൽ ഉപ്പും കേരള കൾച്ചറും തമ്മിലൊരു കണക്ഷൻ, അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ഉപ്പിൻ്റെ ഏകദേശം എല്ലാം തുടക്കുന്നത് പഠിക്കാം. ഉപ്പ് എന്ന് നമ്മളിപ്പോൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കാം. NaCl നമ്മൾ പഠിച്ച സോഡിയം ക്ലോറൈഡ് അല്ലേ, സ്കൂൾ പഠിച്ചിട്ട് ഇങ്ങനെ 7, 8 ആയിരിക്കാം. NaCl സോഡിയം ക്ലോറൈഡ് ആണ് ഉപ്പിൻ്റെ ശാസ്ത്രീയ കെമിക്കൽ നാമപ്പേര്. ഇനി ഉപ്പ് നമ്മൾ എങ്ങനെയൊക്കെ ഡയറക്റ്റ് കഴിക്കണം നോക്കാം. അതിനു മുമ്പ് ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെ? ഉപ്പ് കൃത്രിമമായിട്ടല്ല ഉണ്ടാക്കുന്നത്. ഉപ്പ് ഉണ്ടാക്കുന്നത് കടലത്തെ വെള്ളം എന്ത് ചെയ്യുക, കടലത്തെ വെള്ളം വറ്റിച്ചിട്ടാണ് ഉപ്പ് ഉണ്ടാക്കുന്നത്. കല്ലുപ്പ്, മനസ്സിലായി, നമ്മൾ കല്ലുപ്പ്. പിന്നെ മറ്റൊരു ഉപ്പാണ് നമ്മളിപ്പോൾ മാർക്കറ്റിലൊക്കെ ടാറ്റിൻ്റെ പല കമ്പനി അയോഡൈസ്ഡ് ഉപ്പുകൾ, അതിൻ്റെ അയോഡീൻ അടങ്ങിയിട്ടുള്ള ഉപ്പുകൾ. അത് സാധാരണ ഉപ്പിൽ കുറച്ച് കെമിക്കൽസൊക്കെ ആഡ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ എനിക്ക് ഇനി സംശയം, ഏറ്റവും നല്ല ഉപ്പ് ഏതാണ്? ഏറ്റവും നല്ല ഉപ്പ് എന്ന് പറഞ്ഞാൽ ഉപ്പ് അപകടമാണ്, ശ്രദ്ധിച്ച് കേട്ടോ. ഈ വീഡിയോ മുഴുവൻ കേൾക്കുമ്പോൾ മനസ്സിലാവും ഉപ്പ് അപകടമാണ്. പക്ഷേ ഏറ്റവും നല്ല ഉപ്പ് കല്ലുപ്പാണ്. ഈ അയോഡീൻ അടങ്ങിയ ഉപ്പിൽ ഒരുപാട് കെമിക്കൽസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉപ്പ് കയറുന്നു നോക്കാം. അതിനു മുമ്പ് ആരോഗ്യമുള്ള ഒരാളെ ശരീരത്തിൽ വേണ്ട ഉപ്പിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 4 ഗ്രാം വരെ പാടുള്ളൂ. മാക്സിമം 4 ഗ്രാം. 4 ഗ്രാം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ഉപ്പ് പാടുള്ളൂ. ഒരാളെ ശരീരത്തിൽ ഉപ്പ് അത്ര ആവശ്യമുള്ളൂ. അമിതമായാലും ഉപ്പ് അമിതമായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, അമിതമായാൽ അമൃതും വിഷം അല്ല ഉപ്പും. അപ്പോൾ ഉപ്പ് അതിൽ അധികം വിഷം. ആ കണ്ടന്റ് ഇപ്പോൾ അമിതമായാൽ അമൃതും വിഷം. അതിൽ നമ്മൾ ഒരു അടികെട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ഭക്ഷണ രീതിയിൽ അമിതമായിട്ടാണ് ഉപ്പ് ഉപയോഗിക്കുന്നത്. ഞാൻ കൃത്യമായി സമർത്ഥിച്ചു തരാം. അപ്പോൾ മലയാളിയുടെ ഭക്ഷണ രീതി ഒരു ദിവസം 5 നേരം നമ്മൾ ഭക്ഷണം കഴിക്കും. ഇപ്പോൾ രാവിലെ നമ്മൾ ചായൻ്റെ കൂടെ പലതരത്തിൽ എന്ത് ചെയ്യുക, പുട്ട്, കടല, അല്ലെങ്കിൽ ദോശ, അല്ലെങ്കിൽ ചട്നി, ഒരുപാട് വിഭവം അതിലൊക്കെ ഉപ്പിടുന്നുണ്ടല്ലേ. ഉപ്പിട്ടിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മളൊരു ചിന്തന അങ്ങനെ എന്തുണ്ടായാലും ഉപ്പിട്ടെങ്കിൽ ടേസ്റ്റ് ഉള്ളൂ അല്ലേ. അത് രാവിലെ നമ്മൾ കഴിച്ചു, ഉപ്പ് കയറി. രണ്ടാമത് നമ്മൾ 10 മണിക്ക് കഞ്ഞി കുടിക്കുന്ന ആളുകളാണ് ഭൂരിപക്ഷം മലയാളികളും. എല്ലാവരും ഇല്ലെങ്കിൽ കുറച്ചാളുകളെങ്കിലും. കഞ്ഞിക്ക് നമുക്ക് കഞ്ഞി എന്ന് പറഞ്ഞ ഭക്ഷണത്ത് ഉപ്പ് നിർബന്ധമാണ്. ഉപ്പില്ലാതെ നമ്മൾ കഞ്ഞി കുടിക്കുക. ഉപ്പില്ലാത്ത കഞ്ഞി എന്ന് പറഞ്ഞാൽ ഉപ്പില്ലാതെ നമ്മൾ കഞ്ഞി കുടിക്കുകയല്ല, ഉപ്പ് വീണ്ടും ബോഡിയിൽ കയറുക. ഉച്ചയ്ക്ക് നമ്മൾ ചോറ്, പല വിഭവങ്ങൾ, അത് കറികൾ, ഉപ്പേരികൾ, അച്ചാറുകൾ, പപ്പടം, പിന്നെ പലതരത്തിൽ എന്തിനും നമ്മൾ ഉപ്പിടും. അപ്പോൾ വൈകുന്നേരം ഉച്ചക്ക് നമ്മൾ ഉപ്പ് പൊടിക്കായി. 4 മണിക്ക് നമ്മൾ ചായ, സ്നാക്സ് കഴിക്കുന്ന ആളുകളാണ്. അപ്പോൾ അപ്പോഴും സ്നാക്സിലും തന്നെ നമ്മൾ ചില തരത്തിലുള്ള കരികളും പൊരികളും ഉപ്പിടുന്നുണ്ട്. രാത്രി ഭക്ഷണത്തിൽ ഉപ്പ്, ചോറും വിഭവം ഉപ്പ് ഇഷ്ടംപോലെ ഉപ്പ് അറിയാതെ കഴിക്കുന്നുണ്ട്. ശരിക്കും വേണ്ട നമ്മുടെ ശരീരത്തിൽ വേണ്ട 4 ഗ്രാമിൽ കൂടുതൽ പാടില്ല. 4 ഗ്രാമിൽ ഉപ്പ് കൂടി കഴിഞ്ഞാൽ ഉപ്പ് അധികം കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇതിനൊക്കെ മറ്റൊരു കാര്യം നോക്കാം. നമ്മൾ കുട്ടിക്കാലത്തെ പഠിച്ചിട്ട് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, ഉപ്പ് തിന്നവനും വെള്ളം കുടിക്കും അല്ലേ. അതിൻ്റെ സയൻസ് ഒന്ന് നോക്കാം. ഉപ്പ് ഞാൻ പറഞ്ഞു, എൻ്റെ ശാസ്ത്രീയ അതിൻ്റെ രാസനാമം എന്ത് ചെയ്യാം, സോഡിയം ക്ലോറൈഡാണ്. അതിൻ്റെ കെമിക്കൽ നാമം സോഡിയം ക്ലോറൈഡ്. അതിൽ സോഡിയം ഉണ്ട്, ക്ലോറിനും ഉണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പ് കഴിച്ചാൽ ബോഡിക്ക് രണ്ടും കയറും. നമ്മളെവിടെയൊക്കെ നമുക്ക് അറിയാം, ചില രോഗികളെ കാണാൻ പോകുമ്പോൾ സോഡിയം കുറവാണ് അല്ലെങ്കിൽ സോഡിയം കൂടുതലാണ്, പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഈ സോഡിയം എന്നുള്ള അളവ് ശരീരത്തിൽ കൂടിയാലും കുറഞ്ഞാലും പ്രശ്നങ്ങളാണ്. സോഡിയം ബോഡിയിൽ ശരീരത്തിൽ ഒരാളുടെ വ്യക്തിയിൽ ശരീരത്തിൽ സോഡിയം കൂടിയാലും കുറഞ്ഞാലും പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ സോഡിയം നമ്മൾ ഉപ്പ് കൂടുതൽ കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ സോഡിയം ക്ലോറൈഡ് രണ്ടും കൂടും. അപ്പോൾ സോഡിയം അധികം ആയിക്കഴിഞ്ഞാൽ ശരീരത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ശരീരം എന്ത് ചെയ്യുന്നു, ഈ സോഡിയത്തിനെ പുറന്തള്ളാൻ ശ്രമിക്കും. ശരീരം ഈ സോഡിയത്തിനെ പുറന്തള്ളുന്നത് മൂത്രത്തിൻ്റെ രൂപത്തിലാണ്. മാക്സിമം നമ്മൾ ഉപ്പ് കഴിച്ച് കഴിഞ്ഞാൽ കൂടുതൽ മൂത്രം ഉണ്ടാക്കും. അപ്പോൾ കൂടുതൽ മൂത്രം ഉണ്ടാകുന്ന ശരീരത്തിൽ ജലാംശം മുഴുവൻ നഷ്ടപ്പെടും. അപ്പോൾ എന്ത് ചെയ്യും, വെള്ളം കുടിക്കണം. അപ്പോൾ ഉപ്പ് തിന്നുന്ന വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഉപ്പ് ഇങ്ങനെ അറിയാതെ കഴിക്കുന്ന വെച്ചാൽ വെള്ളം നല്ല കുടിക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ നമ്മുടെ കിഡ്നീൻ്റെ പ്രവർത്തനങ്ങൾ കൂടും. അപ്പോൾ ഈ കിഡ്നി എന്ന സംഭവം നമ്മൾ ജനിച്ച അന്ന് മുതൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് മുമ്പ് വർക്ക് ചെയ്യുക. അപ്പോൾ ഈ ഉപ്പ് ഇങ്ങനെ കഴിക്കും തോറും എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിൽ മൂത്രത്തിൻ്റെ അളവ് കൂടുമ്പോൾ എന്ത് ചെയ്യും, മൂത്രത്തിൻ്റെ അളവ് കൂടുമ്പോൾ കിഡ്നീൻ്റെ വർക്ക് കൂടും. കിഡ്നിക്ക് കൂടുതൽ ഓവർലോഡ് വരും, കിഡ്നി ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. ഒന്ന്. രണ്ടാമത് മറ്റൊന്നുള്ളത്, ഈ നമ്മൾ കഴിക്കുന്ന ഉപ്പിൻ്റെ അളവിനനുസരിച്ച് നമ്മുടെ എല്ലിൻ്റെ ബലം കുറയുന്നുണ്ട്. ഉപ്പ് കഴിക്കുന്നതിനനുസരിച്ച് എല്ലിൻ്റെ ബലം കുറയുന്നത് പരസ്പരം കണക്റ്റഡാണ്. കാരണം എല്ലിൻ്റെ ബലത്തിന് കാൽഷ്യം വേണം. കാൽഷ്യം അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് കാൽഷ്യം. അപ്പോൾ ഈ കാൽഷ്യം നമുക്ക് പല ഫുഡിൽ നിന്നും പല വിഭാഗങ്ങളും കിട്ടുന്നുണ്ട് കാൽഷ്യം. പക്ഷെ നമ്മളെന്ത് ചെയ്യുന്നു, ഉപ്പ് കഴിക്കുന്നവർ എന്ത് ചെയ്യുന്നു, മൂത്രം കൂടുമ്പോൾ മൂത്രം എന്ത് ചെയ്യും, ഒരുപാട് മൂത്രം, ഈ മൂത്രത്തിലൂടെ എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിൽ കാൽസ്യം ഒലിച്ചു പോകും.
അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഉപ്പ് കൂടുതൽ കഴിക്കുന്ന ആളുകൾക്ക് എല്ലിന് ബലം ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഡോക്ടർമാർ പറയും, ഈ എല്ല് തേയ്മാനം വരുന്ന ആളോട് പറയും നിങ്ങൾ കൂടുതൽ ഉപ്പ് കഴിക്കരുത് കേട്ടോ, ഉപ്പിൻ്റെ ഉപയോഗം കുറക്കണം. അതിൻ്റെ സയൻസ് അതാ. പിന്നെ മറ്റൊന്ന് ഉപ്പിൻ്റെ ഒരു അപകടമാണ് എന്ത് ചെയ്യുക, ഈ സ്ട്രോക്ക് വരിക, സ്ട്രോക്ക് അല്ലെങ്കിൽ BP ബ്ലഡ് പ്രഷർ വരുന്ന പ്രശ്നങ്ങളും. അതെങ്ങനെ നോക്കാം നമുക്ക്. ഇപ്പോൾ നമ്മളെ രക്തം നോക്കുക, നമ്മളിപ്പോൾ പൾസ് പിടിച്ച് നോക്കുക, പൾസ് പിടിച്ച് കടം 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 എന്നാണ് അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മളെ ഹൃദയം ശരീരത്തിൽ നിന്ന് പല ഭാഗം രക്തം ഇങ്ങനെ പമ്പ് ചെയ്യുന്ന സമയത്ത് രക്തം ഇങ്ങനെ പോകുന്ന ഒരു പൾസാണ്, ഒരു ഇളക്കാണത് പൾസ്. അപ്പോൾ നമ്മൾ രക്തം ഇപ്പോൾ ഹൃദയത്തിൻ്റെ പ്രത്യേകത, ഹൃദയം നമ്മൾ ഉമ്മയുടെ അല്ലെങ്കിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ 4 മാസമുള്ള സമയത്ത് ഹൃദയം വർക്ക് ചെയ്താൽ അത് നമ്മളെ മരണത്തിന് ആ നിമിഷം വരെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും, കടം 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 എന്നാണ്. അപ്പോൾ ഹൃദയത്തിൻ്റെ ശരീരത്തിൽ എല്ലാ ഭാഗത്തും രക്തം ഇങ്ങനെ പമ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ രക്തം ഇങ്ങനെ പോകുന്ന ഒരു പൾസാണത്, അല്ലെങ്കിൽ ഒരു ഇളക്കാണത്, ഇളക്കം വരുന്നത്. അപ്പോൾ ഈ രക്തം പമ്പ് ചെയ്യുമ്പോൾ നമ്മളെ രക്തം പോകുന്ന രക്തക്കുഴലുകളുണ്ട്. രക്തക്കുഴലുകൾ എന്ത് ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ രക്തം വരുമ്പോൾ ഇങ്ങനെ വലുതാകാനും ചെറുതാകാനും കഴിവില്ലാണെന്ത് ഈ രക്തക്കുഴലുകൾ. പക്ഷെ നമ്മൾ കൂടുതലായിട്ട് ഉപ്പ് കഴിച്ചു കഴിഞ്ഞാൽ ഈ രക്തക്കുഴൽ ഇങ്ങനെ വലുതാകാനും ചെറുതാകാനും കഴിയില്ല, അതിങ്ങനെ സ്റ്റിഫായി ടൈറ്റായി നിൽക്കും. അപ്പോൾ എന്ത് ചെയ്യും, ശരിക്കും വേണ്ട ഹൃദയം പമ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, രക്തം പമ്പ് ചെയ്യുമ്പോൾ രക്തക്കുഴൽ ഇങ്ങനെ വലുതാവും, അത് രണ്ടാമതൊന്ന് കുറയും, ഇങ്ങനെ ചെറിയൊരു എലാസ്റ്റിക് ഒരഴവ് വരാം. പക്ഷേ ഇത് ഉപ്പ് ഫുള്ള് കഴിച്ചു കഴിഞ്ഞാൽ ഇതിനെ ടൈറ്റായി കിടക്കുമ്പോൾ എന്ത് ചെയ്യും, ഇത് രക്തം പമ്പ് ചെയ്യുമ്പോൾ ഇത് എലാസ്റ്റിക് കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും, രക്തത്തിന് പോകാൻ എന്ത് ചെയ്യും, തടസ്സം വരുമ്പോൾ രക്തം സ്പീഡിൽ ഇങ്ങനെ പോകും, ഹൃദയം ഇങ്ങനെ നല്ല പമ്പ് ചെയ്യും, അപ്പോൾ എന്ത് ചെയ്യും, രക്തം സ്പീഡിൽ പോകും. അതാണ് പറയുന്നത് BP ബ്ലഡ് പ്രഷർ, അതായത് രക്തത്തിൻ്റെ ഓട്ടത്തിൻ്റെ വേഗത കൂടുതലാവും ഉപ്പ് കഴിച്ചാൽ. അപ്പോൾ ഈ BP ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം, നമ്മളെ നാട്ടിൽ നല്ലൊരു ശതമാനം ആളുകൾക്കും ഒരു 50 കഴിഞ്ഞ നല്ലൊരു ശതമാനം ആളുകളും BPക്ക് വേണ്ടി മരുന്ന് കഴിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ BP അത് കൂടുതൽ പ്രശ്നം എന്താ വരാനുള്ളത്, വരുന്ന സ്ട്രോക്ക് ഉണ്ടോ, നിങ്ങൾ കിട്ടും സ്ട്രോക്കാണ് ചിലപ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ പ്രശ്നം ഇപ്പോൾ ചുണ്ട ഒരു ഭാഗത്ത് കൂടുക, അല്ലെങ്കിൽ കയ്യോ കല ചിലപ്പോൾ സ്ട്രോക്ക് ഒരു ഭാഗം കയ്യും കലൊക്കെ എന്ത് ചെയ്യും, തളർന്നു പോകും, ചിലർക്ക് നടക്കാൻ കഴിയില്ല, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മളെ നാട്ടിൻപുറത്തൊക്കെ ഒരു 10-20 വീട് എടുത്ത് നോക്കിയാൽ ആ വീട്ടിൽ ഒരാളെങ്കിലും സ്ട്രോക്കുള്ള ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നൊരു പറയാം. നമ്മുടെ നാടുകളിൽ തന്നെ നിങ്ങളെ വീട്ടിൽ 10-20 വീട് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളെ വലിയ കുടുംബത്തിൽ നോക്കി ഒരാളെങ്കിലും സ്ട്രോക്ക് രോഗികളുണ്ടോ. അതിൻ്റെ പ്രശ്നം ഈ ഉപ്പിൻ്റെ അമിതമായിട്ടുള്ള എന്ത് ചെയ്യുക ഉപയോഗം. സ്ട്രോക്കാണ് നമുക്കറിയാം, രക്തക്കുഴൽ പൊട്ടുക, അതായത് നമ്മൾ സ്റ്റിഫ് രക്തം ഓടുന്ന സമയത്ത് ഇത് അയയാൻ പറ്റില്ല, എന്ത് ചെയ്യും, പൊട്ടിപ്പോവും. അത് തലച്ചോറിലൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പല പ്രശ്നങ്ങളും അത് വരും. അതാണ് സ്ട്രോക്ക്. അപ്പോൾ ഇങ്ങനെ ഈ ഉപ്പിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കിലേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഉപ്പിൻ്റെ ഉപയോഗം കുറക്കുക. ഇന്ന് കേരളത്തിലുള്ള ജീവിതശൈലി, ഇപ്പം നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗികളുള്ളത് കേരളത്തിലാണ്. ഈ കേരളത്തിലെ ജീവിതശൈലി രോഗത്തിന് ഒരു പ്രധാന കാരണം പഞ്ചസാരൻ്റെ ഉപയോഗം, 2 ഉപ്പ്. ഈ പഞ്ചസാരയും ഉപ്പും ഇത് രണ്ടും ഒന്ന് നിയന്ത്രിച്ചാൽ തന്നെ എന്ത് ചെയ്യും, നമ്മളെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ പല രോഗികളായിട്ടുണ്ടായിരിക്കും, ഇത് കേൾക്കുന്ന പലരും രോഗികളായിട്ടുണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ നെക്സ്റ്റ് തലമുറയെ നമ്മളെ മക്കളെ രക്ഷപ്പെടാൻ നമുക്ക് കഴിയും. അപ്പോൾ എന്ത് ചെയ്യുക, പഞ്ചസാര എന്ത് ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വരുന്ന ആളുകൾക്ക് അറിയാം, നമ്മൾ ട്രെയിനിങ് കൊടുക്കാറുണ്ട്, 100% പഞ്ചസാര അവരെ മാറ്റി നിർത്താറുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മൾ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്, ഉപ്പ് എങ്ങനെ എത്രയും കുറച്ച് കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും, സംശയം വരല്ല, നമ്മൾ മലയാളികളാണ്, ഉപ്പില്ലാതെ തന്നെ കഞ്ഞി കുടിക്കുക അല്ലേ, അല്ല ഉപ്പില്ലാതെ തന്നെ കറി കഴിക്കുക, നിങ്ങൾ എന്താ ഈ പറയണത് അല്ലേ, ഉപ്പില്ലാതെ എങ്ങനെയാണ് ഒരു ബീഫ് കറി അല്ലെങ്കിൽ മീൻ കറി അല്ലെങ്കിൽ പച്ചക്കറി ഒരു സാമ്പാർ കഴിക്കുക, ഉത്തരം പറഞ്ഞുതരാം. സിമ്പിളാണ്. ഈ ടേസ്റ്റ് എന്ന് പറഞ്ഞത് നമ്മളെ നാവിനും തലച്ചോറും മാത്രമേ ഉള്ളൂ, ശരീരത്തിന് ബോഡിക്ക് ടേസ്റ്റിൻ്റെ ആവശ്യമില്ല. ശ്രദ്ധിച്ചു കേട്ടോ. ഇപ്പോൾ നമ്മളൊരു എന്താ പറയുക, ഒരു മിഠായി കഴിക്കുക, നല്ല ടേസ്റ്റ് ഉണ്ട്, അത് തിരിച്ചറിയുന്നത് നാവും തലച്ചോറും. ബോഡിക്ക് അതിൻ്റെ ടേസ്റ്റ് ആവശ്യമില്ല. ബോഡിക്ക് എന്ത് ചെയ്യുക, നമുക്ക് ജീവിച്ചു പോകാനുള്ള വിറ്റാമിനുകളും പ്രോട്ടീനും ആവശ്യം മാത്രമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഒരു ഉപ്പ്, ഇപ്പോൾ നമ്മളിപ്പോൾ കഞ്ഞി കുടിക്കുക, ഇപ്പം നമ്മൾ ഉപ്പില്ലാത്ത കഞ്ഞി എന്താ അർത്ഥം, മലയാളിക്ക് കഞ്ഞി കുടിക്കാൻ എന്താണ് ഉപ്പ് നിർബന്ധമാണ്. അത് മലയാളിയുടെ ചിന്തൻ്റെ പ്രശ്നം കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോ. അതായത് നമ്മൾ കഞ്ഞി കുടിക്കുക, ഉപ്പിടണം, ഉപ്പിട്ടാലേ ടേസ്റ്റ് ഉള്ളൂ എന്നുള്ളത് നമ്മളെ ചുണ്ടും നമ്മളെ തലച്ചോറും എന്നോ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെ ഒരു 2-3 ആഴ്ച അല്ലെങ്കിൽ 3-4 ആഴ്ച നിങ്ങൾ ഉപ്പിടാതെ കഞ്ഞി ഒന്ന് കുടിച്ച് നോക്ക്. ഒരു 3-4 ആഴ്ച കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായിരിക്കും ടേസ്റ്റ്, ഇങ്ങനെ ഉപ്പിടാത്ത കഞ്ഞിയായിരിക്കും ടേസ്റ്റ്. അപ്പം ടേസ്റ്റ് എന്നുള്ളത് നമ്മളെ നാവും തലച്ചോറും തീരുമാനിക്കണം, അല്ല ബോഡിക്ക് ഉപ്പ് ആവശ്യമില്ല. അപ്പം ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ടേസ്റ്റ്
അപ്പോൾ ടേസ്റ്റ് നമ്മൾ ചിന്തള. ഇതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, സായിപ്പുമാരൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടോ, സായിപ്പുമാർ അധികം പഞ്ചസാരയും അധികം ഉപ്പ് അവർ ഇടില്ല. അവരെ ഇപ്പോൾ വിദേശ ആളുകൾ വരിക, അവിടെ കൂടുതൽ മുളകോ അല്ലെങ്കിൽ ഉപ്പും പഞ്ചസാര മിക്ക കറികളിലോ സമയത്ത് ഇടില്ല. അത് വേണ്ടവർക്കടെ പാത്രത്തിലുണ്ടാവും, വേണ്ടവർക്ക് അത് ആഡ് ചെയ്യാന്നാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഏറ്റവും വലിയ 2 അപകടത്തിൽ ഒന്നാണ് ഉപ്പ്. അപ്പോൾ ഉപ്പ് ഈ കേൾക്കുന്നവരെ ശ്രദ്ധിച്ച് കഴിക്കുക. ഉപ്പ് വലിയ അപകടകാരിയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലായിട്ട് ഉപ്പ് കൊണ്ട് കഴിക്കുന്ന ഫ്രണ്ട്സിന് ഈ വീഡിയോ ഇപ്പോൾ തന്നെ അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.